ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നേരത്തെ എണീറ്റിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:35. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കാണെങ്കിൽ ഇപ്പോൾ വയറൊക്കെ കുറച്ച് കൂടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 6 പാക്ക് ചലഞ്ച് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇതുപോലത്തെ ചലഞ്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി കുറച്ചൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യും. അതായത് ചലഞ്ചിന് വേണ്ടി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് അടുപ്പിച്ചൊരു 10-15 ദിവസമെങ്കിലൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അപ്പം ഇത്രയും നാളും ഞാൻ ചലഞ്ച് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ അത് ചലഞ്ച് ചെയ്ത് വന്നിട്ട് അത് ഡ്രോപ്പായി പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഇഷ്യൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഞാനത് കുറച്ചൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, നമ്മുടെ 6 പാക്ക് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. പക്ഷേ ആക്ച്വലി ഞാൻ ശരിക്കും പല്ലൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊന്ന് ആക്ട് ചെയ്തല്ലോ എഴുന്നേറ്റ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഇരുന്നതാണ്. അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പുള്ളി ഒരു എക്സസൈസ് ചലഞ്ചിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സസൈസ് ചലഞ്ചാണ് ഞാനാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എക്സസൈസ് ചലഞ്ച് അല്ല, ആ പുള്ളി പറഞ്ഞ എക്സസൈസാണ് ഞാനവിടെ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഏതാണെന്ന് കാണിച്ചു തരാം ജസ്റ്റ്. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. എനിക്ക് ആക്ച്വലി 2 ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരജ് ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും, പിന്നെ ഒന്ന് ഇറ്റ്സ് മീ സൂരജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശരിക്കുള്ള അക്കൗണ്ടും. അപ്പം 2 എണ്ണമാണ് എനിക്കുള്ളത്. അപ്പം കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ 6 പാക്ക് എഫക്റ്റീവ് വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഇത് റെഫർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഹോം വർക്കൗട്ടാണ്. അപ്പം ഇത് കുറച്ച് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു കോലം. എനിക്കങ്ങനെ ഭയങ്കര വയറൊന്നുമില്ല, പക്ഷേ ഉള്ള വയറ് ചില സമയത്ത് ഈ ചില ബനിയനൊക്കെ ഇടുമ്പോഴത്തേക്കും വയറ് നന്നായിട്ട് തള്ളിയിരിക്കുന്നത് പോലെ തോന്നും, കുടവയറുള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് 6 പാക്ക് ചലഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കും 6 പാക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ എനിക്ക് ചായ തരാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോഴത്തേക്ക് അമ്മ ഓടിക്കളഞ്ഞ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതിന് 3 ഇതായിട്ടാണ് 3 എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈനി എന്ന് പറയും. അപ്പോൾ ഇത് ഒരു 50 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഉടുപ്പിട്ടുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഹൈനി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൗണ്ടൻ ജമ്പിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അത് 50 എണ്ണം വെച്ചിട്ട് 3 സെറ്റായിരുന്നു എടുക്കേണ്ടത്. ആദ്യത്തെ 50 എണ്ണം വെച്ചിട്ട് 4 സെറ്റും, രണ്ടാമത്തെ 50 എണ്ണം വെച്ച് 3 സെറ്റും. അത് കഴിഞ്ഞിട്ട് ജമ്പിങ് ജാക്സ് ആണ്. അപ്പം ഇത് ഞാൻ നന്നായിട്ട് മടുത്ത് കേട്ടോ. ഞാൻ ഉടുപ്പൊക്കെ ഊരി നന്നായിട്ട് വേർക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് ഞാൻ കഴിഞ്ഞായിരുന്നു ഹൈനി. അത് 50 എണ്ണം വെച്ചിട്ട് 4 സെറ്റ് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മടുത്ത് കേട്ടോ ഞാൻ ശരിക്കും. പിന്നെ കാലൊക്കെ ഇടയ്ക്ക് നമ്മൾ ഷൂ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പാടാണ്. പിന്നെ ഞാൻ തുടങ്ങിയതല്ലേ, കുറേ നാൾ ഈ പിത്തത്തടി ഇളകാതിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വയറക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് മടുക്കും. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ 2 സെറ്റ് ചെയ്തപ്പോഴേ ഞാൻ തളർന്നു കേട്ടോ. ഞാൻ മടുത്തൊരു പരിവായി. പിന്നെ ചേച്ചി അപ്പുറം നിന്ന് ചിരിയായിരുന്നു ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മുടെ 50 എണ്ണം വെച്ചിട്ട്, അതായത് ഇത് മൗണ്ടൻ ജമ്പിങ് ആണ്. അപ്പം മൗണ്ടൻ ജമ്പിങ് ഒരു 50 എണ്ണം വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഊപ്പാട് തീർന്നത്. അതാണ് ഇങ്ങനെ കരുതത്. സത്യം പറഞ്ഞാൽ ഈ ചലഞ്ച് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ നമ്മൾ തളരില്ല ഗൈസ്. നമ്മൾ ഇത് എങ്ങനെ വിധേനയും നമ്മളിത് കംപ്ലീറ്റ് ആക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജമ്പിങ് ജാക്സ് ആണ്. അത് പിന്നെയും കുഴപ്പമില്ല,
അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പം നമുക്കിനി അതുകൂടി ചെയ്യുന്നത് കാണാം. പിന്നെ ഗൈസ്, ഞാൻ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഞാൻ ശരിയാക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജിമ്മിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയി പരിചയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ഫീൽഡുമായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണിത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ശരിക്കും മടുത്ത്. അപ്പോൾ ഈ ഒരു 3 എണ്ണം ചെയ്തപ്പോഴേ ഇല്ല ചേച്ചി, ഇവിടെ വീഡിയോയാ. അപ്പോൾ ഈ ഒരു കിട്ടുന്നുണ്ടോ ചേച്ചി? അപ്പോൾ ഈ ഒരു 3 സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ശരിക്കും മടുത്ത്. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ എന്താ പറയുക ഇതാക്കാനായിട്ട് നോക്കും. ഈ ചലഞ്ച് എങ്ങനെയെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. കൊടുവയറൊന്ന് മാറ്റി 6 പാക്ക് ആക്കണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു 3 സെറ്റ് എക്സസൈസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കൊടവയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കൊടവയർ മാറ്റാൻ വേണ്ടിയിട്ട് ഈ 3 എക്സസൈസ് ഡെയിലി ചെയ്യുക. അതിനുശേഷം ഒന്നിടവിട്ട് ദിവസങ്ങളിൽ, അതായത് ഒരു ദിവസം റെസ്റ്റ് മീൻസ് ഒരു ദിവസം ആപ്സിന് റെസ്റ്റ് എടുത്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ബാക്കി 3 എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ആദ്യം കൊടവയർ കുറയ്ക്കാനായിട്ടുള്ള ഈ എക്സസൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പം നാളെ തൊട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു 6 പാക്ക് ചലഞ്ചിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചെയ്തോളുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.